നമസ്കാരം. ഭരണപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നുമല്ല പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നടക്കുന്നത്. പറഞ്ഞു വരുന്നത് സർക്കാരിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷം എടുത്തു ചാർത്തിയിരിക്കുന്ന മദ്യവിവാദത്തെ കുറിച്ചാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച സർക്കാർ നടപടിയെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുന്നു. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഈ വിവാദ കച്ചിത്തുരുമ്പ് മുഖ്യൻ നേരത്തെ തന്നെ മറുപടി നൽകിയതുമാണ്. എന്നാൽ ആ മറുപടി അത്രയ്ക്കങ്ങ് ബോധിച്ച മട്ടില്ല. അതാണ് വീണ്ടും ചൊറിച്ചിലുമായി പിണറായി വിജയൻ ഇറങ്ങിയത്. ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് പിണറായി വിജയൻ സർക്കാരിനെയും മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും വിമർശിച്ചിരിക്കുന്നത്. അധികാരം ഏറ്റെടുത്ത് ഒരു മാസം പോലും തികയേണ്ടി വന്നില്ല എന്നും അതിനുള്ളിൽ തന്നെ അഴിമതി സർക്കാരിനെ വലയം ചെയ്തിരിക്കുന്നുവെന്നാണ് പിണറായി വിജയന്റെ കണ്ടെത്തൽ. ഫിനാൻസ് ബിൽ സഭ അംഗീകരിച്ചാൽ അത് നിയമമാകും. ഇത് നടപ്പാക്കുന്നത് തടയാൻ യു.ഡി.എഫിന് നിയമപരമായി കഴിയില്ല. എക്സിക്യൂട്ടീവ് ഉത്തരവ് മൂലം മരവിപ്പിക്കുവാനും സാധിക്കില്ല. ഫിനാൻസ് ബിൽ പാസാക്കിയതു ശേഷം യു.ഡി.എഫിൽ ചർച്ച ചെയ്യുന്നതിൽ എന്ത് പ്രസക്തിയാണ് ഉള്ളതെന്നാണ് പിണറായി ചോദിക്കുന്നത്. 2023 LDF സർക്കാർ ജനതാൽപര്യം മുൻനിർത്തി മാറ്റിവെച്ച അതേ ഫയലാണ് യു.ഡി.എഫ് സർക്കാർ വന്നയുടനെ പൊടി തട്ടിയെടുത്തത്. ബക്കാഡിക്ക് വേണ്ടി ഈ ഫയൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മേശപ്പുറത്തെത്തിയത് 2.5 മണിക്കൂർ കൊണ്ടാണ്. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം മിന്നൽ വേഗത്തിലായിരുന്നു കാര്യങ്ങളെന്നും പിണറായി വിജയൻ വിമർശനം ഉന്നയിക്കുന്നു. ഇതൊരു സാധാരണ നടപടിയല്ലെന്നും മറിച്ച് സർക്കാരിന്റെ നികുതി നഷ്ടത്തിനും മദ്യ കമ്പനികൾക്കും കോടികൾ ലാഭത്തിന് വേണ്ടി ഉതകുന്ന ആസൂത്രണമാണ് എന്നാണ്. ഇതിന്റെ എല്ലാം വേരുകൾ എവിടേക്കാണ് നീളുന്നതെന്നത് വ്യക്തമല്ല. ആദ്യ ബഡ്ജറ്റിൽ തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഭീമമായ നികുതി ഇളവ് പ്രഖ്യാപിച്ച് ബെക്കാഡിയുമായുള്ള ഡീൽ പാലിച്ചുവെന്നാണ് പിണറായിയുടെ കുറ്റപ്പെടുത്തൽ. സാധാരണ മദ്യത്തിന് 251% നികുതി ഉള്ളപ്പോൾ വീര്യം കുറഞ്ഞത് എന്ന വിഭാഗത്തിൽപ്പെടുത്തി നികുതി 120% വെട്ടിക്കുറച്ചു. മദ്യ ഉപഭോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉയർന്ന നികുതി ഏർപ്പെടുത്തുന്നത്. എന്നാൽ മദ്യ മുതലാളിമാർക്ക് കോടികളുടെ നികുതി ഇളവ് നൽകി മദ്യം ഒഴുക്കുന്നത് സമൂഹത്തോടുള്ള കുറ്റകൃത്യമാണ്. ഇതിനെ ന്യായീകരിക്കാൻ ചില സാങ്കേതിക വാദങ്ങൾ ഉയർത്താനാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം. മിലിറ്ററി, പാരാമിലിറ്ററി ക്യാന്റീനുകൾ ബെക്കാഡി LDF സർക്കാർ അനുമതി നൽകി എന്ന തരത്തിലാണ് വ്യാഖ്യാനം വരുന്നത്. എന്നാൽ അവിടങ്ങളിൽ ബെക്കാഡി ഉൾപ്പെടെ ഏതെല്ലാം ബ്രാൻഡുകൾ വിൽക്കാമെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര പ്രതിരോധ ആഭ്യന്തര വകുപ്പുകളാണ്. നികുതി നിരക്കുകൾ നിശ്ചയിക്കുന്നത് സംസ്ഥാനമല്ല എന്നാണ് പിണറായിയുടെ ആരോപണം. LDF കാലത്ത് ബാർ സമയ ക്രമീകരണം പോലും ഭരണപരമായ നടപടികൾ പോലും വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചവരാണ് ഇന്ന് ഭരണത്തിലുള്ളത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ അന്ന് വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. ഇപ്പോൾ ഈ സംഘടനകളൊക്കെ മൗനത്തിലാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച ടീം UDF ഇപ്പോൾ കേൾക്കാനില്ല. മദ്യ കമ്പനികളും തീരദേശം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന കുത്തകകളും ഇന്ന് ടീം UDFിലെ സഖ്യകക്ഷികൾ. സർക്കാരിന്റെ നീക്കം എങ്ങോട്ടാണ് എന്നതിൽ വ്യക്തമായ സൂചനയാണ് ഇതെന്നാണ് പിണറായിയുടെ കണ്ടെത്തൽ.